എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സിനിമാ ഗാനത്തിൻ്റെ നൊട്ടേഷൻ നോക്കാം. ഇതൊരു സുഹൃത്ത് 2-3 തവണ ആവശ്യപ്പെട്ടിരുന്നതാണ്. അദ്ദേഹത്തിന് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. 1973 പുറത്തിറങ്ങിയ ഉദയം എന്ന ചിത്രത്തിൽ ശ്രീ ശിവകുമാരൻ തമ്പി സാർ എഴുതി ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം പകർന്ന് ദാസാറ് പാടിയ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്ന ഗാനം. ഇത് സിന്ധുഭൈരവി രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സിന്ധുഭൈരവി രാഗം കർണാട്ടിക് മ്യൂസിക്കിലും ഹിന്ദുസ്ഥാനിയിലും ഒരേപോലെ പോപ്പുലാരിറ്റി ഉള്ള ഒരു രാഗമാണ്. ഒരുപാട് കോമ്പോസിഷൻസ് നമുക്ക് ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലും കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗമാണ്. ഇതിൻ്റെ സഞ്ചാരം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കിതിൻ്റെ ആരോഹണം പാടി നോക്കാം. ഞാൻ ശ്രുതി ചൂസ് ചെയ്തിരിക്കുന്നത് ഇ ആണ്, 3 കട്ട. ഒറിജിനൽ ശ്രുതി, ഈ ഗാനത്തിൻ്റെ ഒറിജിനൽ ശ്രുതി എഫ് ആണ്, എഫ് 4 കട്ടയാണ്. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിയിൽ പാടാൻ ശ്രമിക്കുക. സ്വരങ്ങൾ ഷഡ്ജം, ശുദ്ധരിഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ പല സഞ്ചാരത്തിലും ഈ രാഗത്തിൻ്റെ പല ഇടങ്ങളിലും ചതുശ്രുതി ഋഷഭവും പ്രതിമധ്യമവും ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പല സഞ്ചാരങ്ങളിലും അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ രാഗത്തിന് അങ്ങനെയാണ്. ഇതിൻ്റെ സഞ്ചാരം പലയിടത്തും അങ്ങനെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ പല്ലവി നോക്കാം. പല്ലവി തുടങ്ങുന്നത് ഒരു കാരത്തിലാണ്. അതിനകത്ത് ആദ്യം വരുന്ന മധ്യമം ശുദ്ധമധ്യമവും രണ്ടാമത് വരുന്നത് പ്രതിമധ്യമവുമാണ്. അക്ഷരം തള്ളിയിട്ടാണ് പല്ലവി തുടങ്ങുന്നത്. തക്കിട്ട എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ നീസ നിസാസ നീസ നിസാസ നീഗരി ഗരി സ. അടുത്ത വരിയും ഇതേപോലെ തന്നെയാണ് വരുന്നത്. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. അവിടെ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു അനക്കം അത്രേ ഉള്ളൂ. നവരത്നമണിഞ്ഞേനെ. അടുത്ത വരി വരുന്നത് എന്റെ ശ്രുബിന്ദുക്കൾ ഗമ ഗമ മമ പുഷ്പങ്ങളായെങ്കിൽ ഗമ ഗമ പപമലായെങ്കിൽ പപമ എന്റെ ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും സഗമമ. അവിടെ ശുദ്ധമധ്യമവും പ്രതിമധ്യമവും വരുന്നുണ്ട്. എന്നും സഗമമ എന്നും മാധവ ഗമ
ഗരി അവിടെയും പ്രതിമധ്യമമാണ്. മാധവമുണർന്നേ സസഗഗമ ഉണർന്നേ മഗരി സ ഉണർന്നേ മഗരി സ അവിടെയും പ്രതിമധ്യമമാണ്. കൂടുതലും ഈ വരിയിൽ പ്രതിമധ്യമമാണ് വരുന്നത്. എന്നും മാധവമുണർന്നേ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ഇതാണ് പല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവി ഒന്ന് നോക്കാം. എന്നനു പദ പദ ദദ പദ പദ സ്വർണദ പദ പദ സ്വർണദലം പമംഗള മദപമഗ സ്വർണദലങ്ങള നിൻമോഹ ഗസഗഗ നിൻമോഹ പുഷ്പകം മാമ മഗഗ പുഷ്പകം അലങ്കരിക്കാം മമദപ പാപമ അലങ്കരിക്കാം എന്നനുഭൂതി തൻ സ്വർണ്ണതലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. അതിന്റെ രണ്ടാമത്തെ തവണ ചെറിയൊരു വ്യത്യാസം. സ്വർണദലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. അത് എൻഡില് വളഞ്ഞു വരുന്നില്ല, പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നു. അടുത്ത വരി വരുന്നത് ഒരക്ഷരം തള്ളി വരും. നിന്ത്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ. അപ്പം നിന്ത്യാഗ ഗപ ഗപദനദ നിന്ത്യാഗ മണ്ഡപ മമ ഗഗഗ യാഗാഗ്നി ഗഗമ ബാമ തന്നിലെ ഗഗരിരിരി നിന്ത്യാഗ മണ്ഡപ യാഗാഗ്നി തന്നിലെ. രണ്ടും ഒരക്ഷരം തള്ളിയാണ് വരുന്നത്, ഒരക്ഷരം. അപ്പം അടി കഴിഞ്ഞോടെ എടുക്കണം. നിന്ത്യാഗ മണ്ഡപ യാഗാഗ്നി തന്നിലെ ചന്ദന ചന്ദന സാസസ. അപ്പം നമ്മൾ എടുക്കുമ്പം സാസ ചന്ദന ചന്ദന നിസസ നീല് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ചന്ദന ധൂപമ ഞാനുയരാം ചന്ദന നിസസ സഗഗമ. അവിടെ ശുദ്ധമധ്യമവും പ്രതിമധ്യമവും അടുത്തടുത്ത് വരുന്നു. ചന്ദന ധൂമ സഗഗമ ധൂമമ സഗഗമ ധൂമമ ഞാനുയ ഗസഗ മഗരിസ. ഇവിടെ എല്ലാം പ്രതിമധ്യമമാണ് വരുന്നത്. ചന്ദന ധൂമമ ഞാനുയരാം എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ചരണത്തിനും ഇതേ സെയിം നൊട്ടേഷനാണ്. സുന്ദരവാസന്ത മന്ദസമീരനായി നിൻജാലകങ്ങളെ തൊട്ടുണർത്താം. സുന്ദരവാസന്ത മന്ദസമീരനായി നിൻജാലകങ്ങളെ തൊട്ടുണർത്താം. തോമിഴി. അത് അനുപല്ലവിയിൽ നിന്നും ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ അനുപല്ലവിയിൽ ഒരക്ഷരം തള്ളിയിട്ടായിരുന്നു വരുന്നത് ആ പോർഷൻ. പക്ഷെ ഇതിൽ സമത്തിൽ വരുന്നുണ്ട്.
തൂമിഴി ഗഗനനീ പമ തൂമിഴി താമര പമാമമ പൂവിത ഗഗവമ പൂവിത തുമ്പിലെ ഗഗരിരീരി തൂമുത്തൊരുമ്പയാലൊപ്പിയേക്ക തൂമുത്തോ നിസ അത് അനുപല്ലവി പോലെ തന്നെ വരും. നിസ സ സ തൂമുത്തൊരുമ്പ സഗഗമമമ തൂമുത്തൊരുമ്പയാലൊപ്പിയേക്ക അത് സെയിം തന്നെയാണ്. അനുപല്ലവിയുടെ അതേ ആ എൻഡിൽ വരുന്ന വരിയുടെ അതേ നൊട്ടേഷൻ തന്നെയാണ്. നിസ സ സ സ ഗ ഗ മ മ പ മ തൂമുത്തൊരുമ്പയാൽ ഒപ്പിയെ ഗ സ ഗ ക മ പ മ മ ഗ ഗ രി സ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ നിന്നിൽ എൻഡിൽ പാടുമ്പം നിന്നിൽ സരി സനി നിന്നിൽ എന്നും പൗർണമി വിടർന്നേനെ എൻഡിൽ സ്ലോയിൽ പാടി നിർത്തുന്നു. ഇത്രയുമാണ് ഈ ഗാനത്തിൻ്റെ നൊട്ടേഷൻ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. നൊട്ടേഷൻ ചെയ്യുമ്പോൾ സ്വരങ്ങൾ പറയുമ്പോഴത്തേക്ക് അത്രയൊരു ഫ്ലോ ഉണ്ടാവില്ല. പാടി നല്ല ഫ്ലോയിൽ പാടാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ഗാനവുമായിട്ട് കാണാം. താങ്ക് യു.